ഹലോ ഗായ്സ്, ലെറ്റ്സ് പ്ലേൻ്റെ 14ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോണത് നമ്മളെ ആർമറിലും വെപ്പൺസിലൊക്കെ എൻജോയ് ചെയ്തെടുക്കണം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഡ്രാഗനെ കൊല്ലാൻ പോകേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ട് നമുക്ക് പിക്കാസിലേക്ക് സിൽ ടച്ചും മെൻഡിങ്ങും ഒന്ന് ചേർത്ത് കൊടുക്കണം. എഫിഷ്യൻസി 4ഉം അൺബ്രേക്കിങ്ങും അതിലുണ്ട്. അതുകൊണ്ട് ഇത് അത്യാവശ്യം നല്ലൊരു പിക്കാസ് തന്നെയാണ്. നമുക്ക് കുറച്ച് സ്റ്റോണിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഒന്ന് മൈൻ ചെയ്തെടുക്കട്ടെ. നമ്മളെപ്പോഴും മൈൻ ചെയ്യുന്ന ഭാഗത്തു നിന്ന് തന്നെയാണ് മൈൻ ചെയ്യണത്. ഇവിടുന്ന് കുറച്ചധികം സ്റ്റോണൊന്ന് ഒപ്പിച്ചിട്ട് വരാം. അതങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള കിട്ടി. ഇനി പുറത്ത് നൈറ്റാണ്, അപ്പോൾ പെട്ടെന്ന് പോയി ഒന്ന് ഉറങ്ങി വെച്ചിട്ട് വരാം. നമുക്ക് കുറച്ചും കൂടി വില്ലേജസിന് ആവശ്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇനി നല്ല എൻജാൻറ്റിങ് കിട്ടാത്തതുണ്ട്. അതൊന്ന് ഒപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടി വില്ലേജസിനോട് കൊണ്ടുവരണം. അപ്പോൾ അവന്മാരെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ സെറ്റാക്കി എടുക്കട്ടെ. കുറച്ചധികം തന്നെ സെറ്റാക്കി എടുക്കണം. നമ്മളങ്ങനെ ഈ ഏരിയ ഒന്ന് സെറ്റാക്കി എടുത്തേക്കണേ. ഒരു 4-5 വില്ലേജസിന് വെക്കാനുള്ള ഏരിയ ഉണ്ട്. ഇനി വില്ലേജസിനെ ഇങ്ങോട്ട് എത്തിക്കാം. ഇനി കുറച്ച് റെഡ് സ്റ്റോൺ ടോർച്ച് ഉണ്ടാക്കിയതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് പവർ റെയിലൊക്കെ വെക്കാം. എന്നാൽ പെട്ടെന്ന് അവന്മാരെത്തും. നമ്മളെ ഈ ഭാഗത്തൊന്നും പവർ റെയിലില്ല. ഇനി ഈ കൂടിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. നമുക്ക് ആവശ്യമുള്ള വില്ലേജസിനൊക്കെ നമ്മൾ അവിടെ എത്തിച്ച്. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് പൊട്ടിച്ച് മാറ്റാം. ഇപ്പോൾ കുറച്ചധികം ഇങ്ങോട്ട് വന്നിട്ട് ഇതിൽ ആവശ്യത്തിന് ഏറെയുള്ള വില്ലേജസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു 3 മൈൻകാട്ടുണ്ട്. അതിലെ വില്ലേജസിനെ നമുക്ക് കൊണ്ടുപോകാം. ലാസ്റ്റ് വില്ലേജറിനും കൂടി കിട്ടി. ഇവനും കൂടി മേൽക്കാക്കിയാൽ പിന്നെ നമുക്ക് പോവാം. ഇനി നമുക്ക് അവർക്ക് ജോബ് കൊടുക്കണം. നമുക്ക് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു മൈൻഡ് കാർട്ട് ഉണ്ടാക്കാൻ ഈ ഭാഗത്തൊന്നും ഒരു അയണും ഇല്ല. അയൺ ഫാമിൽ കയറി നോക്കാം. ആവശ്യം നേരത്തെ ഇതിൽ അയൺ ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഇതിലൊരു അയണും ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഓടി തന്നെ പോകണം. ഏകദേശം നൈറ്റായി തുടങ്ങി. അപ്പോൾ ഇനി ഉറങ്ങി നീച്ചിട്ട് രാവിലെ പോവാം. രാത്രി നമ്മളെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ചില്ലാൻ ഭയങ്കര രസമാണ്. നല്ലൊരു ഏരിയയാണ്. നമ്മളെ കുതിരയാണ്. നമ്മളെ കുതിരേനെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാണാനില്ല. അവൻ എവിടേക്ക് പോയി എന്നറിയില്ല. ഈ ഭാഗത്തൊന്നും കാണാനില്ല. അപ്പോൾ ഒന്ന് അവനൊന്ന് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ വേറെ ഒരു കുതിരേനെ നമുക്ക് എവിടുന്നേലും കിട്ടുമോ നോക്കണം. ഇനി നമുക്ക് ഇവന്മാരൊക്കെ ഇതിൻ്റെ അകത്ത് ആക്കിയതിൻ്റെ ശേഷം ഇവന്മാർക്ക് ജോബ് കൊടുക്കും വേണം. നല്ല ട്രേഡ് കിട്ടാനാണ് പണി. കുറേ നേരം നിന്ന് സൈക്കിൾ ചെയ്താൽ പിന്നെ അടുത്ത നല്ല ട്രേഡ് കിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഇവനെ ആക്കി. ഇനി ഒരാളും കൂടി ഉണ്ട് പുറത്ത് നിൽക്കണേ. അവനും കൂടി ഒന്ന് ആക്കണം. അങ്ങനെ ലാസ്റ്റത്തെ ആളെയും കിട്ടി. ഇവനൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. അതിന് പിന്നെ ട്രാപ്പ് ഡോർ വെക്കണം, അല്ലെങ്കിൽ അവന് ഓടിപ്പോവും. ഇനി നമുക്ക് ഇവന്മാർക്ക് ജോബ് കൊടുക്കണം. അങ്ങനെ നമ്മൾ 4 ലെറ്റേം ക്രാഫ്റ്റ് ചെയ്തിക്കണേ. ഇനി ഇത് ഇവന്മാർക്ക് കൊണ്ടുപോയി കൊടുക്കാം. ഇവന്മാർക്ക് ലെറ്റേം കൊടുത്ത്, പക്ഷേ ഇവന്മാർ ജോബ് എടുക്കണില്ല. നമുക്ക് കൊണ്ട് മഴ ചെയ്യണോണ്ടാവും. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വന്ന് നോക്കാം. മഴയൊക്കെ മാറി നമ്മൾ രാവിലെ വന്ന് നോക്കിയിട്ടും ഇവന്മാർ ജോബൊന്നും എടുക്കണില്ല. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കട്ടെ. അങ്ങനെ ഇവൻ ജോബ് എടുത്ത് നമുക്ക് ആവശ്യമുള്ള ട്രേഡ് കിട്ടോളം ഇവന്മാരെ സൈക്കിൾ തന്നെ നിൽക്കണം. ട്രേഡ് നല്ല കിട്ടുമ്പോൾ ഞാൻ പറയാം. അങ്ങനെ കുറച്ച് ടൈമിന് ശേഷം നമുക്കൊരു നല്ല ട്രേഡ് കിട്ടി. ഫെദർ ഫാളിങ് 4 ആണ് കിട്ടിയത്. ഇനി അടുത്ത ട്രേഡ് കിട്ടോളം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നല്ല ട്രേഡ് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് അതിനെ മേലെ പേര് എഴുതി വെക്കാം സൈൻ ബോർഡിലായിട്ട്. അതായത് ഫെദർ ഫാളിങ് എഴുതി വെക്കട്ടെ. ഇതുപോലെ എല്ലാ വില്ലേജസിൻ്റെയും മേലെ എഴുതി വെക്കണം, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാനൊക്കെ വേണ്ടിയിട്ട്. ഇനി നല്ല ട്രേഡ് കിട്ടുന്നവരെ ഇത് പൊട്ടിച്ച് മാറ്റി പിന്നെ വെച്ച് നല്ല ടൈം എടുക്കും. നല്ലൊരു ട്രേഡ് കിട്ടി. തോൺസാണ്. നമ്മൾ ആർമറിനൊക്കെ യൂസ് ചെയ്യാം, നല്ലതാണ്. അപ്പോൾ അതെന്തായാലും വാങ്ങി വെച്ചേക്കണേ. അതാണ് നമ്മൾ സൈൻ ബോർഡിൽ എഴുതി വെച്ച്. നൈറ്റായി, പെട്ടെന്ന് പോയി ഉറങ്ങിയിട്ട് വരാം. ഇനി ബാക്കി ട്രേഡും കൂടി ഒന്ന് സെറ്റാക്കട്ടെ. അടുത്ത നല്ലൊരു ട്രേഡ് കിട്ടി. ഫയർ ആസ്പെക്റ്റാണ്. എന്തായാലും നമുക്ക് സോഡിൽ യൂസ് ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ എന്തായാലും ലോക്ക് ചെയ്ത് വെച്ചേക്കണേ. ഇനി ഇവിടെ വന്ന് എഴുതി വെക്കട്ടെ. ഇനി അടുത്ത വില്ലേജറിനൊന്ന് സെറ്റാക്കി എടുക്കണം.
അങ്ങനെ ഒരുപാട് ടൈമിന് ശേഷം നമുക്ക് അടുത്ത നല്ലൊരു ട്രേഡ് കിട്ടി. ലൂട്ടിൻ 3 ആണ് കിട്ടിയത്. ഇനി നമുക്ക് സൈൻ ബോർഡിലൊന്ന് നെയിം എഴുതി വെക്കാം. അങ്ങനെ അടുത്ത ട്രേഡ് കിട്ടി. എഫിഷ്യൻസി 5 ആണ്. 37 എമറാൾഡിനൊന്നും അത് അങ്ങനെ കിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് ലോക്ക് ചെയ്ത് വെക്കാം. ഒരു ഷെൽഫ് വാങ്ങി വെക്കാം. അടുത്ത നല്ല ട്രേഡ് കിട്ടി. നോക്ക് ബാക്ക് 2 ആണ്. ഇപ്പോൾ നമ്മൾ കൊണ്ടുപോയ വില്ലേജസൊക്കെ തീർന്ന് കുറച്ചുകൂടി വില്ലേജസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു 3-4 വില്ലേജസിനെ കൊണ്ടുപോകണം. അങ്ങനെ വില്ലേജസിനെ ഇവിടെ എത്തിച്ച് ഇവന്മാരെ കൂട്ടിലാക്കി വെക്കണം. ഇതാ പോലെ 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 പോലെടാ ഇതാ പോകണം. രണ്ടാമത് ഇവനെ അവിടെ നിന്ന് എടുത്തോണ്ടിരണം. ഇവന്മാരിത് ഇവിടെ എന്തെടുക്കണേ? മേലാരുള്ളത്? ആ സോംബിനെ കൊല്ലാൻ നോക്കുക ഇവന്മാർ. ഇടാ പോടാ, അതിനെ കൊല്ലല്ലേ. ഇടാ ഇവിടുന്ന് പോ. അങ്ങനെ നമ്മൾ ഈ ഭാഗത്തുനിന്ന് വേറെ ഒരു വില്ലേജറിനും കൂടി എടുത്തേക്കണേ. നമുക്ക് ട്രേഡിങ് തുടങ്ങാം. ഇവന്മാരിപ്പോഴും പോയില്ലേ? ഇടാ വീട്ടിൽ പോടാ, നിൻ്റെ നാട്. അങ്ങനെ നമ്മൾ വീണ്ടും 4 ലെറ്റർ ഉണ്ടാക്കിയിരിക്കണേ. ഇവന്മാർക്കൊക്കെ ജോബ് കൊടുക്കണം. നല്ല ട്രേഡ് കിട്ടുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ അടുത്ത ട്രേഡ് നമുക്ക് കിട്ടി. ഫോർച്യൂൺ 3 ആണ് കിട്ടിയത്. എന്തായാലും നമുക്ക് അത്യാവശ്യമൊക്കെ തന്നെയാണ്. ഞാൻ അടുത്ത ട്രേഡ് കിട്ടണമെന്ന് ഇവനെ സൈക്കിൾ ചെയ്യട്ടെ. അങ്ങനെ അടുത്ത നല്ല ട്രേഡ് കിട്ടി. 5 ആണ് കിട്ടിയത്. ഇനി നമുക്ക് കുറച്ചുകൂടി വില്ലേജസിനെ ഒപ്പിക്കണം. വില്ലേജസൊക്കെ കഴിഞ്ഞ് നമ്മളെ കയ്യിൽ ഇനി എമറാൾഡ് കുറവാണ്. അപ്പോൾ കുറച്ചധികം അയൺ ഉണ്ട് ഇതിൽ. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് നമുക്ക് എമറാൾഡ് ആക്കി മാറ്റാം. ഇതിൽ പെട്ടെന്ന് തന്നെ അയൺ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പേടിക്കാനൊന്നുമില്ല. ഇനി നമുക്ക് കിട്ടിയ അയണൊക്കെ ഒന്ന് എമറാൾഡ് ആക്കി മാറ്റാം. എന്നിട്ട് വേണം അടുത്ത എൻചാൻറ്റിങ് നോക്കാൻ. അടുത്ത ബുക്ക് നമുക്ക് കിട്ടി. പക്ഷേ ഇത് പവർ 4 ആണ്. പവർ 5 ഉണ്ട്. എന്നാലും നമുക്ക് 2 ബുക്ക് വാങ്ങിയാണ്ട് അത് പവർ 5 ആക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ ടൈമായി നോക്കണം പവർ 5. അത് കിട്ടണില്ല. പക്ഷെ നമ്മളെ കയ്യിൽ കുറേ എമറാൾഡ് ഉണ്ട്. അപ്പോൾ എന്തായാലും പവർ 4 രണ്ടെണ്ണം വാങ്ങുന്നതിന് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി നമ്മളെ വില്ലേജ് ബ്രീഡർ ഒന്ന് ഓഫാക്കി വെക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇഷ്ടംപോലെ വില്ലേജസ് ഇപ്പോൾ അടിയിൽ നിൽക്കുന്നുണ്ട്. ഇനിയും കൂടുതലായാൽ നമുക്ക് ലാഗ് അടിക്കും. അതുകൊണ്ടാണ് ഓഫാക്കിയത്. ഇനി നമ്മളെ കയ്യിൽ കുറച്ച് എൻചാൻറ്റി ബുക്കൊക്കെ ഉണ്ട്. ഇതൊക്കെ ആർമർക്കൊന്ന് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മളെ സോംബി സ്പോണർക്ക് പോയാൽ മതി. അപ്പോൾ അവിടുന്ന് ആവശ്യത്തിനുള്ള SP കിട്ടിക്കോളും. ആ ഭാഗത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഇവന്മാർ ഇവിടുന്ന് ഇങ്ങനെ തീർത്താൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള SP കിട്ടിക്കോളും. നമ്മളെ ആർമർക്കൊക്കെ ഒന്ന് ആഡ് ചെയ്യണം. ഇതുപോലെ എല്ലാതും ഒന്ന് ആഡ് ചെയ്യണം. SP കഴിയുന്നതിനനുസരിച്ച് നമുക്ക് ഇവിടുന്ന് കൂട്ടി കൊടുക്കാം. എല്ലാ ആർമൊക്കെ എൻചാൻറ്റിങ് ചേർക്കുന്നത് കണ്ടിരിക്കാൻ ഭയങ്കര ബോറിംഗ് ആവും. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മൾ ആർമറിലെയും വെപ്പൺസൊക്കെ എൻചാൻറ്റി ചേർത്ത് ഇപ്പോൾ ഫുള്ള് സെറ്റാണ്. നമ്മൾ സോഡ് പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബോണിൽ ഞാൻ ഇൻഫിനിറ്റിയാണ് ചേർത്തത്. മെൻഡിങ് ചേർത്തിട്ടില്ല. എനിക്ക് ഇൻഫിനിറ്റി ആണെന്നുകൊണ്ട് നല്ലതായി തോന്നിയത്. അതുകൊണ്ടാണ് ഇൻഫിനിറ്റി ചേർത്തത്. നമ്മളെ കയ്യിൽ ഇപ്പോൾ ഇത്രയും എമറാൾഡ് ഉണ്ട്. ഇതെങ്ങനെ കിട്ടിയെച്ചാൽ നമ്മളെ കയ്യിൽ SP ഇല്ലാത്തതുകൊണ്ട് ഞാൻ അയൺ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് SP കിട്ടും. അങ്ങനെ ട്രേഡ് ചെയ്ത് കിട്ടിയതാണ് ഇത്രയും എമറാൾഡ്. ഇനി നമുക്ക് കുറച്ച് ഷുഗർ കെയിൻ കളക്ട് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പേപ്പറിൻ്റെ ആവശ്യമുണ്ട്. നമ്മളെ കയ്യിൽ കുറച്ച് ഗൺ പൗഡർ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് റോക്കറ്റ് ഉണ്ടാക്കി വെക്കാം. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഡ്രാഗനെ കൊല്ലാൻ പോകും. അപ്പോൾ നമുക്ക് എലൈറ്റർ എടുത്തിട്ട് വേണം നമുക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള കുറച്ച് റോക്കറ്റ് ഉണ്ടാക്കി വെക്കാം. അങ്ങനെ നമ്മൾ റോക്കറ്റ് ക്രാഫ്റ്റ് ചെയ്ത് ഏകദേശം 3 സ്റ്റാക്കോളുണ്ട്. ഇത് ആവശ്യത്തിനുള്ളതുണ്ട്. ഇനി നമുക്ക് 2 ബുക്കും കൂടി വേണം. മെൻഡിങ്ങും അൺബ്രേക്കിങ്ങും. നമുക്ക് എലൈറ്റർ കിട്ടിയാൽ അതിന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് പൊട്ടൂല. അങ്ങനെ മെൻഡിങ്ങും അൺബ്രേക്കിങ്ങും നമ്മൾ വാങ്ങി. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.